എൻ്റെ ജന്മസ്ഥലമായ ചെമ്പോത്തുരുത്ത് എന്ന ഒരു ചെറിയ ദ്വീപിലേക്കാണ് കൂട്ടുകാരെ നമ്മളിന്ന് പോകുന്നത്. നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിന്ന് അവിടേക്ക് കുടുംബവുമൊത്ത് യാത്ര ചെയ്യുന്നത്. ഒരുപാട് നല്ല മനുഷ്യർ ഒത്തുചേർന്ന് ഒത്തിരി കാലങ്ങൾ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവച്ച് ജീവിച്ച ഒരു പ്രകൃതി സുന്ദരമായ ഒരു ശാന്തസുന്ദരമായ ഒരു തുരുത്താണ് ഈ ചെമ്പോത്തുരുത്ത്. ഇതിൻ്റെ ഒരു ഭാഗം പങ്കിടുന്നത് എറണാകുളം ജില്ലയിലെ അത്താണി നെടുമ്പാശ്ശേരിക്കടുത്തുള്ള കുത്തിയതോടിൻ്റെ ഒരു വശമാണ്. മറുഭാഗം പങ്കിടുന്നത് മാള കുണ്ടൂർ കുഴൂർ പഞ്ചായത്തിലെ ആലമിറ്റം എന്ന ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ തുരുത്ത് പങ്കിടുന്നത്. 24.5 ഏക്കർ വിസ്തീർണമുള്ള ഈ തുരുത്തിൽ 10 കുടുംബങ്ങളാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതിന് 16 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ടൂറിസം പർപ്പസിന് വേണ്ടി ഫ്ലോറ ഗ്രൂപ്പാണ് ഇത് ഞങ്ങളിൽ നിന്നും മൊത്തമായി വാങ്ങിയത്. അതിനുശേഷം ഞങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിലേക്കായി ചിതറി പോയി താമസിച്ചു. എന്നാലും ഒരു ചെമ്പോത്തുരുത്തിൻ്റെ മക്കൾ എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഞങ്ങളിന്നും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ വളരെ ആകസ്മികമായാണ് എൻ്റെ ഫാമിലിയിലുള്ള ഒരു ഗ്യാതറിങ്ങിൻ്റെ ടൈമിൽ ഞങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണ്, നമുക്ക് നമ്മുടെ ചെമ്പോത്തുരുത്തൊന്ന് പോയി കണ്ടു നോക്കാം. അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റുമോ അറിയില്ല, പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ കടവിൽ നിന്ന് കണ്ടിട്ടെങ്കിലും പോരാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ ഫ്ലോറ ഗ്രൂപ്പിൻ്റെ ചെമ്പോത്തുരുത്തിലെ മേൽനോട്ടക്കാരനായ ഞങ്ങളുടെ വേണുചേട്ടൻ ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട വത്സ ചേച്ചിയുടെ ഭർത്താവാണ്. അപ്പോൾ വേണുചേട്ടൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ അപ്പുറത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഈ ഒരു ചങ്ങാടത്തിലാണ് കയറി പോകുന്നത് കേട്ടോ. ഞങ്ങളിവിടെ താമസിച്ചിരുന്നപ്പോൾ ചെറിയ കടുത്തുവഞ്ചികളിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ പോയി ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം, പള്ളിയിൽ പോകുന്നതും കടകളിൽ പോകുന്നതും എല്ലാം അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഇത്രയും പേരുള്ളത് കൊണ്ട് ഒരു വലിയ ഒരു ചങ്ങാടത്തിലാണ് കയറിപ്പോയത്. പിന്നെ അവിടെ ഒരു ചെറിയ ബോട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് കയറില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആ ചങ്ങാടത്തിൽ കയറിപ്പോയി. ഞങ്ങളുടെ ബാല്യകാലങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഓർമ്മയിലേക്ക് വന്ന് വളരെ മധുരമായ ഓർമ്മകളെല്ലാം ഏവറയ്ക്ക് ഞങ്ങൾ ആ മണ്ണിലൂടെ ചവിട്ടി നടന്ന അവിടുത്തെ എല്ലാം ഞങ്ങൾ ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കിത് വളരെ സന്തോഷവും ആസ്വാദ്യകരവുമായ ഒരു ദിവസമായിരുന്നു ഗൈസ്. ഞങ്ങൾ കളിച്ചുല്ലസിച്ച് നടന്നിരുന്ന ഈ പറമ്പുകളും അതുപോലെ ഞങ്ങളുടെ കളിയും ചിരിയും ആർത്തുല്ലസിക്കലും കുളിയും എല്ലാം ഞങ്ങൾ നടത്തിയിരുന്ന ഈ പുഴയ്ക്ക് ഞങ്ങളെ പറ്റിയുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. കാരണം ഞങ്ങൾ ഒത്തിരി അവിടെ കരയിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞങ്ങൾ ഈ പുഴയിലായിരുന്നു. ഞങ്ങളുടെ കുളിയോടനുബന്ധിച്ചുള്ള മറ്റുള്ള കളികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂങ്ങാങ്കുഴിയിട്ട് കളി, അതുപോലെ ഒരുപാട് കളികൾ, വഞ്ചി തുഴയിൽ, നീന്തൽ മത്സരം, പിന്നെ ഞങ്ങൾ കക്ക വാരുമായിരുന്നു. പിന്നെ വല ഇടാൻ വരുന്ന ആളുകളിൽ നിന്നെല്ലാം ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ മീൻ വാങ്ങിച്ച് നല്ല പച്ചമീനൊക്കെ കൂട്ടിയുള്ള ഭക്ഷണങ്ങളായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ മീനിൻ്റെ രുചിയിലുള്ള അങ്ങനത്തെ മീനുകളൊന്നും നമുക്ക് ഇപ്പോഴും ഞങ്ങളെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾക്ക് കിട്ടണില്ല. ഇപ്പോൾ ഈ ദ്വീപിൽ താമസിക്കുന്നത് അവരുടെ കുറച്ച് പണിക്കാർ മാത്രമാണ്. 2018 പ്രളയത്തിൽ അതിൻ്റെ നാശക്കെടുതിയിൽപ്പെട്ട് ഞങ്ങളുടെ വീടുകളെല്ലാം ഭാഗികമായി എല്ലാം നശിച്ചു പോയിരുന്നു. എന്നിരുന്നാലും ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇവിടം സ്വർഗമായിരുന്നു കൂട്ടുകാരെ. അതെങ്ങനെ വർണ്ണിച്ച് നിങ്ങളെ മനസ്സിലാക്കി തരണമെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് വേണുചേട്ടൻ തന്ന ചെറിയ സ്നേഹോപഹാരങ്ങളെല്ലാം സ്വീകരിച്ച് ചക്ക, ബംബ്ലൂസ് നാരങ്ങ, പാവയ്ക്ക, കണിക്കൊന്നപ്പൂ, മാങ്ങ അതെല്ലാനും കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവുകയാണ് കൂട്ടുകാരെ. വളരെ സന്തോഷമേറിയ ഒരു ദിവസമായിരുന്നു. ഒപ്പം അവിടെ നിന്ന് യാത്ര പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ മനസ്സിലെവിടെയോ ഒരു വളരെ നഷ്ടബോധത്തിൻ്റെ ഒരു ചെറിയ നീറ്റൽ എവിടെയോ അവശേഷിച്ചിരുന്നു കൂട്ടുകാരെ.
അപ്പോൾ ടാറ്റ ബൈ.